ഇപ്പൊ തന്നെ അൽ ഖ്വയ്ദയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ 9ഓളം ഭീകരവാദ കേന്ദ്രങ്ങളിൽ നിന്ന് കാക്കമാരെയൊക്കെ പോയി താണു വണങ്ങി കഴുത്തില് പൂമാലയിട്ട് സ്വീകരിച്ച് പരവതാനി വിരിച്ച് ആനയിച്ച് സിംഹാസനത്തിലെടുത്തിരുത്തി കത്തിച്ചു വിട്ട് നേരെ സ്വർഗത്തിലേക്ക് എത്തിച്ചില്ലേ. അത് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണ പ്രകാരമാണെങ്കിൽ ഇന്ത്യൻ സൈനികർ ചെയ്തത് ഏറ്റവും നല്ല ഒരു പുണ്യപ്രവൃത്തിയല്ലേ. കാരണം അവരിന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും അവിടെ എത്താനുള്ളതാ. കുറച്ച് നേരത്തെ ഇവരെത്തിച്ചു. ഇന്ത്യൻ സൈനികരോട് അതിന് നന്ദിയല്ലേ പറയേണ്ടത്. കാരണം മറ്റാരും എത്തിക്കാതിരുന്നിട്ട് ഇനി ഇവരെ എത്തണമെങ്കിൽ കുറച്ചും കൂടി താമസിച്ചാലോ. അതുകൊണ്ട് വളരെ നേരത്തെ എത്തിച്ചതിന്റെ പേരില് തുപ്പിയ ബിരിയാണിയോ തൂറിയ ബിരിയാണിയോ എന്ത് വേണമെങ്കിലും കൊടുക്കട്ടെ, ബലാക്കൾ ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് അങ്ങ് പോയല്ലോ. ടിക്കറ്റ് നബി നേരത്തെ തന്നെ എഴുതി എ പി കാന്തപുരത്തെയാണ് ഏൽപ്പിച്ചത്. അദ്ദേഹം ഇങ്ങനെ റിസർവേഷൻ ടിക്കറ്റ് സ്വർഗത്തിൻ്റെത് കീറി കീറി കൊടുക്കുന്നത് സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ, പല ഉസ്താദന്മാരും. അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, ഇവർക്ക് വെളിവില്ലാത്തതല്ല യോഗ, അതായത് ഇവർക്ക് വെളിവ് കുറച്ച് കൂടിപ്പോയതാ, എന്താണെന്ന് അറിയില്ല. അങ്ങനെ സ്വർഗത്തിൽ വലിയ രൂപത്തിലുള്ള തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഇവര് പലരോടും ചോദിക്കും, നിങ്ങൾക്ക് മരിക്കണ്ടേ, അനക്ക് മരിക്കണ്ടേ പെണ്ണേ. ആരോടെങ്കിലും ഇവര് നിങ്ങൾക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങൾക്ക് ജീവിക്കണ്ടേ സന്തോഷത്തോടു കൂടി ഈ ഭൂമി സ്വർഗമാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കേ. അതല്ലാതെ ഒരു ദിവസം 17 തവണ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചിട്ട് പറയാണ്, അല്ലാഹുവേ അവനെ നീ വഴിപിഴപ്പിക്കണേ, നീ വഴിപിഴപ്പിക്കുകയും നീ കോപിക്കുകയും ചെയ്ത ആ ബഹുദൈവ വിശ്വാസികളിൽ നീ ഞങ്ങളെ ആക്കല്ലേ അല്ലാ. ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ജൂതന്മാരോട് യുദ്ധം ചെയ്യണം, എന്നിട്ട് അവരെ നിങ്ങൾ വധിച്ചു കളയണം. അങ്ങോട്ട് കയറി ചെന്നാ മതി. അവരിങ്ങോട്ട് തലയിലും നെഞ്ചിലുമൊക്കെ ഓട്ടയിട്ടോണ്ടിരിക്കുക. ഇവരെന്തെങ്കിലും കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ? അനുഭവിച്ചാ പഠിക്കുവോ? ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ഒക്കെ അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നതുവരെ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കണമെന്നും അപ്പോൾ മുസ്ലിങ്ങൾ നരകാഗ്നിയുടെ ശാശ്വത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമെന്നും അങ്ങനെ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നും ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 4557 ഹദീസാണ്. 3010 ഇത് തന്നെ പറയുന്നുണ്ട്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന 2677 ഹദീസിലും ഇത് തന്നെ പറയുന്നുണ്ട്. റിയാദുസ് സ്വാലിഹീൻ 1839 ഹദീസിലും ഇത് തന്നെ. ഖുർആൻ 9 അധ്യായം 29. മിഷ്കാത്തുൽ മസാബിഹ് 3795. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ എന്തുവാ പറയുന്നത്? നമ്മൾ ബഹുദൈവ വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ, യഹൂദന്മാരെ, അമുസ്ലിങ്ങളെയൊക്കെ ശരിക്ക് ചങ്ങലക്കിട്ടിട്ട് അങ്ങോട്ട് പീഡിപ്പിക്കുക. അത് കണ്ട് നമ്മുടെ കാരുണ്യവാനായ അള്ളാഹു അങ്ങനെ ആത്മനിർവൃതി അടയും. പടച്ചോനെ പടച്ചോൻ വിളിക്കണത് ദിലീപ് കുമാർ എന്നാണ് കേട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ഒന്നും ഉണ്ടായിട്ടല്ല, വഴിക്ക് പോണതല്ലേ. 9 അധ്യായത്തിന്റെ 29 അള്ളാഹു പറയുന്നത് വേദം നൽകപ്പെട്ട, അതായത് ഖുർആന് മുമ്പേ ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടെന്നാണല്ലോ ഇവര് പറയുന്നത്. തോറയും ബൈബിളും ഇഞ്ചീല് സബൂർ പോലെയൊക്കെ. അപ്പൊ അതൊക്കെ ക്രിസ്ത്യാനികളെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ അള്ളാഹുൽ മന്ദിരത്തിലും വിശ്വസിക്കാത്തവരുണ്ടത്രേ. അല്ലെങ്കിലും ക്രിസ്ത്യാനികൾ ഈ ഇഞ്ചിയിലും സബൂറും ഒക്കെ കിട്ടിയ ആളുകൾ എങ്ങനെ ഖുർആനിൽ വിശ്വസിക്കുമോ, അള്ളാഹുൽ വിശ്വസിക്കുമോ, നബിയിൽ വിശ്വസിക്കുമോ? അത് വലിച്ചെറിഞ്ഞാൽ അവർക്ക് അത്രയും സമയം എളുപ്പമായി. അപ്പോ അള്ളാഹുൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം, നബിയിൽ വിശ്വസിക്കണം. അള്ളാഹും അവന്റെ ദൂതനും ശരിയെന്ന് പറഞ്ഞത് കണ്ണടച്ച ശരി റാൻ മൂളാണ്, എതിർക്കരുത്. അള്ളാഹും റസൂലും വേണ്ട എന്ന് പറഞ്ഞതിനെ വേണ്ട എന്ന് നിരാകരിക്കുകയും വേണം. പിന്നെ അവസാനത്തെ ഒരു വലിയ നിബന്ധനയുണ്ട്, ഇസ്ലാം എന്ന മതത്തെ മതമായിട്ട് അംഗീകരിക്കണം. അതല്ലാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്തങ്ങ് കൊന്നുകളഞ്ഞേക്കാണെന്ന് അവരെയൊക്കെ ഖുർആൻ പറയുന്നതാണ്. മക്കയിലായിരുന്നപ്പോൾ നബി പറഞ്ഞത് എന്താ? ലാ ഇക്റാഹ ഫിദ്ദീൻ,
ഞങ്ങളുടെ മതം കാരുണ്യത്തിന്റെ എന്തോ വലിയ മറ്റേ സാധനമാണ് കേട്ടോ. അതുകൊണ്ട് മതത്തിൽ ബലാത്കാരമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. എനിക്ക് എന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. മദീനയിൽ വന്നു, അധികാരം കിട്ടി, പണമായി, പോപ്പുലാരിറ്റിയായി, കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായി നിൽക്കുന്ന വലിയ ഗുണ്ടാ സന്നാഹങ്ങൾ ഉണ്ടായി. അങ്ങനെ വന്നപ്പോ പിന്നെ മതം ഞങ്ങളുടേത് മാത്രം മതി എന്ന ഒരു ധാർഷ്ട്യത്തിലേക്ക്, തീരുമാനത്തിലേക്ക് നബി അങ്ങോട്ട് എത്തിച്ചേർന്നു. പിന്നീടാണ് നബി പറയാൻ തുടങ്ങിയത്, മുസ്ലിങ്ങൾ മാത്രം മതി ഇവിടെ. പൃഥ്വിരാജ്, നമ്മുടെ പൃഥ്വിരാജിന് മറുപടി കൊടുത്താണല്ലേ? ശരി. അപ്പോ മുസ്ലിങ്ങൾ ഒരു കാലത്തും സമാധാനത്തോടെ ജീവിക്കരുത്. അവർ യുദ്ധം ചെയ്ത് പണ്ടാരവട്ടങ്ങണം. മറ്റവന്മാരുടെ ജൂതന്മാരുടെ അടുത്തേക്ക് ചെന്ന് കയറി കൊടുക്കണം, അവരങ്ങ് തീർത്തോളും. എന്നിട്ട് ഹൂറികളെ കൊടുക്കണം. എൻ്റെ പൊന്നു പടച്ചോനെ, എന്തൊരു മാനസിക രോഗമാണിതൊക്കെ! എന്തൊരു സാഡിസമാണിതൊക്കെ! സ്വന്തം സൃഷ്ടികളെ ഉണ്ടാക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക. ആ ചെയ്തതിൻ്റെ പേരിൽ മനസാവാചാ കർമ്മണ അറിയാത്ത ഈ പാവങ്ങളെ പിടിച്ചിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരിപ്പോരി ചടുക്കി വെക്കുക. പിന്നെ അതിനെക്കുറിച്ച് നിരന്തരം പറഞ്ഞ് അവരെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുക. അയ്യോ, ഇത് എമ്മാതിരിയത്തെ രോഗമാണെന്നേ ഇത്. എന്നിട്ട് ജൂതന്മാരോട് യുദ്ധം ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് സമാധാനം കിട്ടത്തില്ല, മറ്റവന്മാർക്കും സമാധാനം കിട്ടത്തില്ല. അവരെ ഇനി നിങ്ങൾ കൊന്നിട്ടില്ലെങ്കിൽ അവർക്ക് പകരം നിങ്ങൾ അവരെ കൊല്ലാൻ പോയിട്ടില്ലെങ്കിൽ, യുദ്ധം ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കിയിട്ട് വേറൊരു സമുദായത്തെ ഞാൻ കൊണ്ടുവരുമെന്ന്. എന്നാലും ഞാൻ ആ യുദ്ധം ചെയ്യിപ്പിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ, യുദ്ധം ചെയ്ത് നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവസാനം പഠിച്ചവൻ എന്താ ചെയ്യാന്നറിയാമോ? എല്ലാരെയും കൊല്ലാൻ വേണ്ടിയിട്ട് പഠിച്ചവൻ ഒരു വിളംബരം പുറപ്പെടുവിക്കും. എന്നിട്ട് കല്ലിന്റെയും മരത്തിന്റെയും ഒക്കെ പിന്നില് മറഞ്ഞിരിക്കും ചില ജൂതന്മാര്. അപ്പോ ഈ മരവും കല്ലും ഒക്കെ വിളിച്ചു പറയും, എന്റെ പുറകിലവൻ ഉണ്ടറാ, കൊല്ലടാന്ന്. അർക്കത് എന്ന് പറയുന്ന മരം ജൂതന. ആ മരത്തിന്റെ തുമ്പ് വെട്ടിയിട്ടില്ല. മറ്റതൊക്കെ തുമ്പ് വെട്ടിയ മരങ്ങളായതുകൊണ്ട് അവരൊക്കെ ഒറ്റുകൊടുക്കും, കാശ്മീരിൽ ചെയ്തതുപോലെ. ആ അർക്കത് എന്ന് പറയുന്ന മതം ജൂതമരമായതുകൊണ്ട് എൻ്റെ പൊന്നു പടച്ചവനെ, മരങ്ങൾക്ക് വരെ ജാതിയും മതവും ഒക്കെ നിർണയിച്ച നീ എത്ര കാരുണ്യവാൻ. അപ്പൊ അർക്കത് എന്ന് പറയുന്ന മരം മാത്രം പറയും, മിണ്ടാതെ നിൽക്കും. അവന്റെ പുറകിൽ ജൂതനെ അവനിങ്ങനെ ഒളിപ്പിച്ച് നിർത്തും. അവസാനം വരെ വർഗസ്നേഹം കാണിച്ചല്ലോ, കാപട്യം കാണിച്ചില്ല, ചതിച്ചില്ലല്ലോ. ഒരു വൃക്ഷമാണെങ്കിലും ശരി. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത 2922 ഹദീസാണ്. പ്രവാചകൻ പറഞ്ഞു, മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പോലെ പാപങ്ങളുമായിട്ട് വരും, അള്ളാഹുവിற்கு പുറത്തു കൊടുക്കും. എന്നിട്ട് ഈ പാപങ്ങളൊക്കെ അള്ളാഹു എടുത്ത് എവിടെ വെക്കുമെന്നറിയാമോ? ജൂതന്റെ തലയിൽ. ചുമ്മാ വയ്ക്കുന്നതാ. ഈ പുസ്തകം വായിച്ചാലുണ്ടല്ലോ ഭ്രാന്താവും കേട്ടോ. ഐഷ, നിന്റെ തന്തയാണ് ചെയ്താൻ, ഇറങ്ങിപ്പൊടി. അപ്പോ ഇത് വായിച്ചാല് അരവട്ടൻ വട്ടനാവും. അരവട്ടൻ ഉറപ്പായിട്ട് മുഴുവട്ടനാവും, വട്ടില്ലാത്തവൻ മുഴുവട്ടനാവും. അപ്പോ ഈ പാപങ്ങൾ മുഴുവനും അള്ളാഹു എടുത്ത് ജൂതന്മാരുടെ തലയിൽ വെക്കുമെന്ന് പറഞ്ഞത് ഞാനല്ല. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 2767 ഹദീസാണ്. ചാവാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന, കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി മാത്രം ജീവിക്കുന്ന, തലയ്ക്കകത്ത് യാതൊരാള് താമസവും ഇല്ലാത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ ഇവന്മാരെ. പൊരുത്തമെന്ന് പറഞ്ഞത് കേട്ടില്ലേ? താജുൽ വഖാർ, അള്ളാഹു ഒരു കിരീടം അങ്ങനെ അവന്റെ തലയിലേക്ക് വെച്ചു കൊടുക്കും. 72 ഹൂറികൾ വാകാക്കാ, ധൃതിയായി കാക്കാ, കളി തുടങ്ങാൻ കാക്കാ, വായോ കാക്കാ എന്നിങ്ങനെ കാക്കമാരെ വിളിക്കുമെന്ന്. ഇത് എന്തുമാതിരി മതമാണ് ഹാസിമേ?